അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ചില വേർപാടുകൾ മനുഷ്യരാശിക്ക് വലിയ നഷ്ടവും വലിയ വിടവും ഉണ്ടാക്കുന്നതായിരിക്കും. അത്തരത്തിലൊരു മരണമാണ് KPA റഹീം മാസ്റ്ററുടേത്. കണ്ണൂർ ജില്ലയിലെ പാനൂർ സ്വദേശിയായ KPA റഹീം കേരളം മുഴുവനും ഭാരതം മുഴുവനും ലോകം മുഴുവനും മാനവതയ്ക്ക് വേണ്ടി, മാനവതയുടെ മോചനത്തിനു വേണ്ടി, ഐക്യത്തിനു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി നിലകൊണ്ട മഹാനായ ഒരു മനുഷ്യസ്നേഹിയാണ്. വേദങ്ങളുടെ പൊരുളറിഞ്ഞ് അതിനെ സ്വജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരിലേക്ക് അതിന്റെ വെളിച്ചം പ്രസരിപ്പിച്ചിരുന്ന ആ മഹാമനുഷ്യൻ ഇനി ഓർമ്മകളായി അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരായി നമുക്ക് ഇടയിൽ നിറഞ്ഞു നിൽക്കും. KPA റഹീം മാസ്റ്റർ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് ഒരാളെക്കുറിച്ച് പറയാമെങ്കിൽ അതാണ്. ഒരു നല്ല മനുഷ്യന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ അത് റഹീം മാസ്റ്ററിൽ ഉണ്ടായിരുന്നു. റഹീം മാഷ് മത ഭേദചിന്തകളില്ലാതെ, സമുദായ ഭേദ ചിന്തകളില്ലാതെ മനുഷ്യരെ സ്നേഹിച്ചു. മനുഷ്യർക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. തിന്മകളോട് അടങ്ങാത്ത അമർഷമായിരുന്നു ആ ശുദ്ധ മനുഷ്യസ്നേഹിയിൽ നിറഞ്ഞു നിന്നിരുന്നത്. അനീതി ഒരിക്കലും അദ്ദേഹം പൊറുപ്പിക്കില്ലായിരുന്നു. അതിനോട് ആർജവത്തോടെ ഏറ്റുമുട്ടുക തന്നെ ചെയ്യുമായിരുന്നു. അനീതി കാണുന്നിടത്ത് തിരുത്താനും ചോദ്യം ചെയ്യാനും റഹീം മാഷ് അവസാനം വരെ ശ്രമിച്ചുകൊണ്ടിരുന്നു. മാനവതയുടെ ഐക്യത്തിന് പോറലേൽക്കുന്നത് അദ്ദേഹത്തിന് സഹിച്ചിരുന്നില്ല. താൻ പങ്കെടുക്കുന്ന വേദിയിൽ മാനവതയ്ക്ക് വേദങ്ങളുടെ മഹിത സന്ദേശങ്ങൾക്ക്, മഹാപുരുഷന്മാരുടെ വ്യക്തിത്വത്തിന് കളങ്കമുണ്ടാക്കുന്ന വല്ലവരും പറഞ്ഞാൽ തന്റെ ഊഴം വരുമ്പോൾ ശക്തമായും എന്നാൽ മാന്യമായും അതിനോട് വിയോജിക്കുകയും തിരുത്തുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം. ഒരുപാട് സന്ദർഭങ്ങളിൽ ഈയുള്ളവൻ അതിന് സാക്ഷിയാണ്. റഹീം മാഷുടെ ജ്ഞാനത്തിന്റെ ആഴം അത്ഭുതാവഹമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആധികാരികമാകണമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. കണ്ടതും കേട്ടതും അടിസ്ഥാനമില്ലാതെ പറയുന്ന പ്രഭാഷകനായിരുന്നില്ല അദ്ദേഹം. പ്രഭാഷണകലയിൽ അത്യുന്നതങ്ങളിൽ വിരാജിക്കുമ്പോഴും താൻ പറയുന്ന ഓരോ വാക്കും പ്രാമാണികമാകണമെന്ന്, അടിസ്ഥാനമുണ്ടാകണമെന്ന്, ആധികാരികമാകണമെന്ന് ആ മഹാമനുഷ്യൻ എപ്പോഴും കണിശത പുലർത്തി. അദ്ദേഹം പ്രഭാഷണ രംഗത്ത് എത്ര വലിയ സ്ഥാനമാണ് കൈയടക്കിയതെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണ പര്യടനം അല്ലെങ്കിൽ പ്രഭാഷണ
സപര്യ നമുക്ക് പറഞ്ഞു തരും. KP റഹീം മാസ്റ്ററുടെ ശബ്ദം കേൾക്കാത്ത ഒരു സജീവ പ്രദേശവും കേരളത്തിലില്ല എന്ന് പറയാം. അദ്ദേഹം ഒരു മതസൗഹാർദ്ദവാദിയായിരുന്നില്ല, മതസമന്വയ ധീരനായിരുന്നു അദ്ദേഹം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു വലിയ പ്രണേതാവായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ, മഹാത്മജിയുടെ, സ്വാമി വിവേകാനന്ദന്റെ, ശങ്കരാചാര്യരുടെ, ഇമാം അലിയുടെ, ഹുസൈൻ ബിൻ അലിയുടെ, അബൂബക്കർ സിദ്ദീഖിന്റെ, ഉമറുൽ ഫാറൂഖിന്റെ, യേശുക്രിസ്തുവിന്റെ, ശ്രീകൃഷ്ണന്റെ ഒക്കെ വഴിയെ സഞ്ചരിക്കുകയും അവരുടെ മഹിത സന്ദേശങ്ങളെ പഠിച്ച് അറിഞ്ഞ് ഉൾക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന പ്രകാശവാഹകനായിരുന്നു റഹീം മാഷ്. അദ്ദേഹത്തിന്റെ എഴുത്ത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം പോലെ സുന്ദരവും അഗാധവുമായിരുന്നു. വിശുദ്ധ ഖുർആനിനെ അധികരിച്ചുകൊണ്ട് ഹംസധ്വനി എന്ന മാസികയിൽ എഴുതിവരുന്ന ലേഖന പരമ്പര 100 ലക്കം കഴിഞ്ഞു. അദ്ദേഹം 2 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹവുമായി അടുത്തിടപഴകിയ ഒരു വ്യക്തി എന്ന നിലക്ക് അടുത്ത 5-6 പുസ്തകങ്ങളുടെ പണികളെല്ലാം തീർത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം. റഹീം മാഷ് ഗാന്ധിയനായിരുന്നില്ല, മറിച്ച് ഗാന്ധി സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയ, അതനുസരിച്ച് ജീവിക്കാൻ ആവും വിധമൊക്കെ ശ്രമിച്ച ഗാന്ധിയുടെ ഒരു പിന്തുടർച്ചക്കാരനായിരുന്നു. ഗാന്ധി സന്ദേശങ്ങളുടെ പിന്തുടർച്ചക്കാരനായിരുന്നു അദ്ദേഹം. അപ്പോഴും ഞാൻ ഗാന്ധിയനായിട്ടില്ല എന്ന് പറയുമായിരുന്നു. ഗാന്ധിയനാകണമെങ്കിൽ ഇനിയും എന്നിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുമായിരുന്നു. ഒരു സന്ദർഭം ഞാൻ ഓർത്തുപോകുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം, 2ാമത്തെ പുസ്തകം, ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആദരണീയനായ വാണിദാസ് മാഷാണ്. വാണിദാസ് മാഷ് അതിലിങ്ങനെ എഴുതി: തികഞ്ഞ ഗാന്ധിയനാണ് റഹീം, മാതൃകായോഗ്യനായ ഗാന്ധിയൻ, ഗാന്ധി സന്ദേശങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണമാണ് റഹീം എന്നെഴുതി. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം ആ വാചകം ആവർത്തിച്ച് വായിച്ച് ഞാനടക്കമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു. ഇത് ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് ചേർക്കുക? വാണിദാസ് മാഷ് എഴുതി തന്നത് തിരുത്താൻ എനിക്ക് പറ്റില്ല, പക്ഷെ ഞാൻ അതല്ലല്ലോ, ഈ പറയുന്ന യോഗ്യത എനിക്കില്ലല്ലോ. ഈ അവതാരികയിൽ ഇങ്ങനെ വരുമ്പോൾ അത് ഞാൻ അർഹിക്കാത്ത ഒരു ബഹുമതിയായി പോവുകയില്ലേ? അതുകൊണ്ട് വാണിദാസ് മാഷോട് പറഞ്ഞ് ഇതിന്റെ വാചക ഘടനയൊന്ന് മാറ്റണം. ആ മനുഷ്യനത് ചെയ്യുക തന്നെ ചെയ്തു. വാണിദാസ് മാഷോട് പറഞ്ഞ് അതിൽ എനിക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം തരണമെന്ന് സൂത്രത്തിൽ പറഞ്ഞ് അതിന്റെ ഘടന മാറ്റി അദ്ദേഹം തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന് താൻ വിചാരിക്കുന്ന, എന്നാൽ മറ്റുള്ളവരൊക്കെയും റഹീം മാഷ് അതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, പക്ഷേ റഹീം മാഷ് അവിടെ എത്തിയില്ല എന്ന് വിചാരിച്ച് ആ വാചക ഘടനയിൽ മാറ്റം വരുത്തി. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു മനുഷ്യൻ
നമുക്കിടയിൽ ജീവിച്ചിരുന്നു. ലളിത ജീവിതം, തുറന്ന പെരുമാറ്റം, അകവും പുറവും ഒരുപോലെ, സത്യസന്ധൻ. റഹീമാഷെക്കുറിച്ച് പറയാൻ നന്മകളല്ലാതെ മറ്റൊന്നുമില്ല. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അവിടേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ അതിന് സാക്ഷിയാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിച്ചു, അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിച്ചു. അദ്ദേഹം ഇസ്ലാമിന്റെ ആത്മസൗന്ദര്യത്തെ ഉൾക്കൊണ്ടു. അതുകൊണ്ട് തന്നെ എല്ലാ ഈശ്വരീയ ദർശനങ്ങളുടെയും ആത്മസൗന്ദര്യത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചു. വേദസന്ദേശങ്ങളുടെ പൊരുളായിരുന്നു അദ്ദേഹം. റഹീം മാഷ് നമ്മോട് വിട പറഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്. ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉടയ തമ്പുരാനിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കപ്പെടും. അദ്ദേഹത്തിന്റെ നന്മകൾ തീർച്ചയായും ഈ ലോകത്ത് പ്രകാശം പരത്തി നിലകൊള്ളുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ നന്മകളെ ഓർത്തുകൊണ്ട്, അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്, അദ്ദേഹത്തിന് സ്വർഗങ്ങളിൽ ഉന്നത സ്ഥാനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.